ലാലുവേട്ടാ നമസ്കാരം. ലാലുവേട്ടൻ്റെ എല്ലാ സിനിമകളും ഞങ്ങൾ സ്റ്റുഡൻസ് എല്ലാം തന്നെ കാണാറുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റാറ്റി സ്റ്റുഡൻസ് ലാലുവേട്ടൻ്റെ സിനിമകളെ പറ്റി വിശകലനം നടത്തി. അപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്നത് ചോദിക്കുമ്പോൾ ലാലുവേട്ടൻ ഫീൽ ചെയ്യുന്നില്ലല്ലോ അല്ലേ? ഞങ്ങൾ സ്റ്റുഡൻസ് ആണ് എന്നുള്ള ലാലുവേട്ടൻ ഫീലിംഗ് കംപ്ലീറ്റ് വെച്ചിട്ടാണ് വന്നത്. ധൈര്യമായിട്ട് ഓക്കെ ഓക്കെ. ലാലുവേട്ടന് ചെറിയ വീക്ക്നെസ് ഉണ്ട്. ഞാൻ ഓപ്പണായിട്ട് പറയാം, ലാലുവേട്ടന് ചെറിയ വീക്ക്നെസ് ഉണ്ട്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. ഒന്ന്, പ്രകൃതി ലാലുവേട്ടൻ്റെ വീക്ക്നെസ്സാണ്. രണ്ട്, ഗ്രാമങ്ങളുടെ കഥ ലാലുവേട്ടൻ്റെ ഒരു വീക്ക്നെസ്സാണ്. മൂന്ന്, മനോഹരമായ ഗാനങ്ങൾ ലാലുവേട്ടൻ്റെ ഒരു വീക്ക്നെസ്സാണ്. പിന്നെ വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങൾ. ഇപ്പം കഥാപാത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നാമത്തെ പടമായ മറവത്തൂർ കനവിലെ ചാണ്ടി, അതുപോലെ രണ്ടാമത്തെ മീശമാധവനിലെ കള്ളം മാധവൻ, പിന്നെ ഏറ്റവും പുതിയ പടമായ പട്ടാളത്തിലെ പട്ടാഭിരാമൻ പ്രേക്ഷക ഹൃദയങ്ങളെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ള കഥാപാത്രങ്ങളാണ്. പിന്നെ പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ പാട്ടുകളൊക്കെ വളരെ മനോഹരമായ പാട്ടുകളാണ്. മീശമാധവനിലെ ഗാനങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ അതറിയില്ല, അതൊരു കുഞ്ഞു പോലും ഇവിടെയല്ല, ഈ കേരള സംസ്ഥാനത്തിലേ ഇല്ല. ഞാൻ ഓപ്പണായിട്ട് പറയുകയാണ്. പിന്നെ പട്ടാളത്തിലെ ഡിങ്കിടി 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 പട്ടാളം എന്ന ഗാനം വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ മാത്രമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ പടങ്ങളിൽ മാത്രം കാണാൻ പറ്റുന്നത് പ്രകൃതിയെ വളരെ വർണ്ണിച്ച് ഈ വലിയ മാടങ്ങളിലൊക്കെ കയറി ലാലുവേട്ടനെ സൂപ്പിക്കാന്നുള്ളതാണോ? അല്ല പറഞ്ഞല്ലോ. ഈ മാടങ്ങളിലൊക്കെ കയറിയത് മാത്രമല്ല, വലിയ നദിയുടെ മുകളിൽ കൊണ്ട് ഈ കോല കുത്തി അതിൻ്റെ മുകളിൽ കയറി മീൻ പിടിക്കുന്ന നായകന്മാരെ ലാലേട്ടൻ്റെ പടങ്ങൾ മാത്രം കാണാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ചോദിക്കുകയാണ്, എന്താണ് ഈ 4 പോയിന്റ്സ് മാത്രം ലാലുവേട്ടൻ്റെ പടങ്ങളുടെ മെയിൻ തീമായിട്ട് എടുക്കാൻ കാരണം? അത് ലാലുവേട്ടൻ്റെ മനസ്സിനുള്ള ആ സംതൃപ്തി കൊണ്ടാണോ, അതെയോ പ്രേക്ഷകരായ ഞങ്ങളെപ്പോലുള്ളവർക്കെല്ലാം ഈ 4 പോയിന്റ്സാണ് ഇഷ്ടമാകുമെന്ന് ലാലിന് തോന്നിയത് കൊണ്ടാണോ? ഗ്രാമങ്ങൾ ഒഴിവാക്കിയിട്ടൊരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ വരുന്നത് ഒരു ഗ്രാമത്തിൽ നിന്നാണ്. ഞാൻ ജനിച്ചത് വലപ്പാട് എന്ന് പറയുന്ന ഒരു തീരദേശ ഗ്രാമത്തിലാണ്. വളർന്നത് ഒറ്റപ്പാലം എന്ന് പറയുന്ന ഒരു പക്ക വെള്ളവനാടൻ ഗ്രാമത്തിലാണ്. അപ്പോൾ എൻ്റെ സിനിമയിൽ സ്വാഭാവികമായിട്ടും ഗ്രാമത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടാവും. എനിക്ക് അറിയുന്നത് ഗ്രാമീണ കഥാപാത്രങ്ങളെയാണ്. എനിക്ക് പരിചിതമായ ചുറ്റുപാട് ഗ്രാമമാണ് എൻ്റെ ഭാരതപ്പുഴ, എൻ്റെ ചേരിക്കുന്ന്, ചെനക്കത്തൂർ കാവിലെ പൂരം, അതൊക്കെയാണ് ഞാൻ വളർന്ന ചുറ്റുപാടുകൾ. അപ്പം അതിൻ്റെ ഇൻഫ്ലുവൻസ് എൻ്റെ സിനിമകളിലും ഉണ്ടാവും. പിന്നെ പാട്ട്, മനഃപൂർവ്വം നല്ല പാട്ടുകൾ സിനിമയിൽ ഉൾപ്പെടുത്തിയേക്കാം. ഇനി ഞാനൊരു 5 നല്ല പാട്ട് ഉണ്ടാക്കിയേക്കാം എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല. കഥയുടെ സന്ദർഭങ്ങൾ ആവശ്യപ്പെടുന്ന സ്ഥലത്താണ് ഗാനങ്ങൾ വരുന്നത്. പിന്നെ ഞാൻ പാട്ടുകാരനല്ലെങ്കിലും ഞാനൊരു നല്ല ഗാന ആസ്വാദകനാണ്. അപ്പോൾ നല്ലത് തിരഞ്ഞെടുക്കാൻ ദൈവം അനുഗ്രഹിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. മനഃപൂർവ്വം ഈ എലിമെൻറ്റ്സ് വെച്ചിട്ട് സിനിമ ചെയ്യുമെന്നല്ല, അത് വന്നു പോകുന്നതാണ്, അറിയാതെ വന്നു പോകുന്നതാണ്.